ഖുർആനിലുള്ള ശ്രദ്ധേയമായ ഒരു ആയത്തുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഉണർത്തുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾക്ക് മുമ്പുള്ളവർ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ മേലും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു സത്യവിശ്വാസികളെ എന്ന് അല്ലാഹു പരിശുദ്ധമാകുന്ന ഖുർആനിൽ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുമ്പോൾ, ഓർമ്മപ്പെടുത്തുമ്പോൾ, ഹബീബായ റസൂലുള്ളാഹിന്റെ ചട്ടത്തെ വിപരീതം ഓതി കേൾപ്പിക്കുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ജിബ്രീലുള്ള പ്രമുഖരായ യാ മലക്ക് പ്രകാരം അല്ലാഹു ഓതി കേൾപ്പിക്കുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ എന്നാണ് അല്ലാഹു പറഞ്ഞത്. സത്യം കൊണ്ട് അവന്റേതായ ശരീരത്തിലും അവന്റെ മജ്ജയിലും മാംസത്തിലും സത്യം ഇറക്കി വെച്ചവർ, അല്ലാഹുവുമായിട്ട് അഭേദ്യമായ ബന്ധമുള്ളവർ, ഹബീബായ റസൂലുള്ളാഹിനെ പിൻപറ്റിയവർ, കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. നിങ്ങളുടെ മുമ്പുള്ളവരുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ, നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ മേലും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. എന്തിനെന്നറിയുമോ? ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടിയാണ്, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ്. 2-3 വെള്ളിയാഴ്ചക്ക് മുമ്പ് നമ്മൾ പറഞ്ഞ തഖ്വ അങ്ങാടിയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതല്ല, അത് പലചരക്കിന്റെ കൂടെ കിട്ടുന്ന ഒരു സാധനമല്ല, അത് ബേക്കറിയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതല്ല, അത് മാർക്കറ്റിൽ പോയി പറഞ്ഞാൽ വാങ്ങാൻ കിട്ടുന്നതല്ല. അമ്മ പറഞ്ഞു, എന്തിനാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്? തഖ്വയുള്ളതാകാൻ വേണ്ടിയാണ്, തഖ്വയുള്ളതാകാൻ വേണ്ടിയാണ്. തഖ്വയുടെ മജ്ജയിലുണ്ടാകണം, നിന്റെ മാംസത്തിലുണ്ടാകണം, നിന്റെ ശരീരത്തിലുണ്ടാകണം, നിന്റെ കാതുകളിലുണ്ടാകണം, നിന്റെ കൈകാലവേദനകളുണ്ടാകണം. എന്ന് വേണം നിന്റെ നാടുകളിൽ തഖ്വയുടെ ഒരു വല്ലാത്ത ഓർമ്മയും ഒരു വല്ലാത്ത ഉയർച്ചയും ഉണ്ടാകണം. എങ്കിൽ മാത്രമേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ സൂചിപ്പിക്കുകയാണ്. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? എന്താണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ തഖ്വ എന്ന് പറഞ്ഞാൽ? എപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് തഖ്വ തഖ്വ തഖ്വ. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? ഇൻതിസാറു അവാമിരില്ലാഹ് വഇജ്തിനാബു അന്നവാഹി. അല്ലാഹു അനുസരിക്കുക, അല്ലാഹു വർദ്ധിക്കാൻ പറഞ്ഞ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അവയെ വർദ്ധിക്കുക. അല്ലാഹു പറഞ്ഞതാണ് നിസ്കരിക്കാൻ, അല്ലാഹു പറഞ്ഞതാണ് നോമ്പനുഷ്ഠിക്കുവാൻ, അല്ലാഹു പറഞ്ഞതാണ് സക്കാത്ത് കൊടുക്കാൻ, അല്ലാഹു പറഞ്ഞതാണ് ഹജ്ജ് ചെയ്യാൻ. അല്ലാഹു പറഞ്ഞ കാര്യങ്ങൾ പരിപൂർണമായി അനുസരിക്കുക. മുസ്ലിം എന്ന പേര് വെച്ചിട്ട് അറിയില്ല, മുസ്ലിം എന്ന പേര് വെച്ചിട്ട് ആ മുസ്ലിം എന്ന ലേബലിൽ കണ്ടു കച്ചവടം ചെയ്യുന്നത് ഹറാമാണ്. പരിശുദ്ധ റമദാനിൽ പോലും വളവെക്കാതെ, റമദാനിൽ പോലും നാട്ടിൽ പറമയിട്ട് റമദാനെ തരിഞ്ഞു കാണിച്ചുകൊണ്ട് പരിശുദ്ധമാകുന്ന റമദാനിൽ അതാ പകൽ സമയത്ത് കച്ചവടങ്ങൾ നടത്തി വെള്ളം കൊടുത്ത് ബേക്കറി തുറന്നു വെച്ച് ചായകൾ തുറന്നു വെച്ച് അന്യമായ പ്രവർത്തനങ്ങൾ ഒന്നാക്കിയിട്ടല്ലാത്ത പ്രവർത്തനം ചെയ്താൽ സാധുക്കളായ സത്യവിശ്വാസികൾ പള്ളിയിൽ കൃത്യമായ ജമാഅത്തിൽ പങ്കെടുത്ത് തറാവീഹ് നിസ്കരിച്ച് നോമ്പ് പിടിക്കുന്ന സത്യവിശ്വാസികൾക്ക് പോലും ഈ ഒറ്റവരുമെന്നാണ് അല്ലാഹുവിന്റെ റഹ്മത്ത് ഇതാ തടയാനും കാരണമാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാനാണ്. ഞാൻ തെറ്റുകൾ ധാരാളം ചെയ്തു, കുറ്റങ്ങൾ ധാരാളം ചെയ്തു, ഇനി ഞാൻ അവരെ കളിക്കാനുള്ള ഒരു പ്രതിജ്ഞയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സൂചിപ്പിക്കുകയാണ്, മൻ സ്വമ റമദാന ഈമാനൻ വഇഹ്തിസാബ ഉഫറഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഏതെങ്കിലും ഒരാൾ പരിശുദ്ധമാകുന്ന റമദാൻ മാസം നടന്നപ്പോൾ പരിശുദ്ധമാകുന്ന വീടുകൾ വൃത്തിയാക്കി, പള്ളി വൃത്തിയാക്കി, അതുകൊണ്ട് പരിസരം വൃത്തിയാക്കി, പരിസരം വൃത്തിയാക്കി വെടിപ്പാക്കി പരിശുദ്ധ റമദാൻ മാസം ഈ വന്നായാൽ കാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തിരിക്കുമ്പോൾ റമദാൻ മാസം നിന്റെ മുന്നിലെത്തുമ്പോൾ പൂർണ്ണമായും മോശപ്പെട്ട കാക്ഷിച്ചുകൊണ്ട് അല്ലാഹുവിൽ അടിയുറച്ച വിശ്വാസത്തോടു കൂടി ആരെങ്കിലും നോമ്പ് പിടിച്ചാൽ
അവന്റെ കഴിഞ്ഞു പോയ പാപങ്ങൾ മുഴുവൻ അല്ലാഹു പൊറുക്കപ്പെടുന്നതാണ്. എന്ന് പറഞ്ഞ ഇത് അറബി ഗ്രാമറിൽ എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടെടുക്കലം കൊണ്ടാണ് മുസ്ലിം രൂപീകരിച്ചത്. എന്ന് പറഞ്ഞാൽ അവന്റെ പാപം പൊറുക്കുക തന്നെ ചെയ്യും. റമദാൻ എന്ന് പറഞ്ഞാൽ തന്നെ പാപം ധരിക്കുന്ന മാസം എന്നാണ്. ചെയ്യേണ്ടതൊന്ന് മാത്രം. എത്ര ആളുകളാണ് വേദനയോടുകൂടി നമ്മിൽ നിന്നും മൺമറഞ്ഞു പോയത്? എത്ര ആളുകളാണ് കരഞ്ഞുകൊണ്ട് റൂഹ് പിടിക്കപ്പെട്ടത്? എത്ര ആളുകളാണ് ചെയ്തു പോയ കുറ്റങ്ങൾ ഓർത്തത്? തൗബ ചെയ്തിട്ടുള്ളൂ. അല്ലാഹു തമ്പുരാനെ സക്കറാത്തിന്റെ അനുഭൂതിയുണ്ട്. നമുക്കെല്ലാം വിധ ആരോഗ്യവുമുണ്ട്. ഇനി ഞാനൊരു കുറ്റം ചെയ്യില്ല. കൃത്യമായി നിസ്കാരങ്ങളിൽ പങ്കെടുത്ത് പള്ളിയിൽ സജീവമാക്കി പള്ളിയിൽ കൂടി കൃത്യമായി ജമാഅത്ത് നിസ്കാരങ്ങളിൽ പങ്കെടുത്ത് നല്ല വർത്തമാനം പറഞ്ഞ് നല്ലവരോട് നല്ല വർത്തമാനം പറഞ്ഞ് മോശപ്പെട്ടവരോട് നല്ല വർത്തമാനം പറഞ്ഞ് പരിശുദ്ധ ഖുർആനോടി സലാത്ത് ചൊല്ലി കർമ്മങ്ങൾ ചെയ്ത് പാവപ്പെട്ടവരെ ഊട്ടി അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തു പാനീയം കൊടുത്തു എന്ന് വേണ്ട സർവസ്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ നിന്റെ പരിശുദ്ധ നോമ്പുണ്ടല്ലോ ആ നോമ്പിന് വണ്ണമായ പ്രതിഫലമാണ്. പകൽ ഞാൻ ചായക്കട തുറക്കില്ലെന്ന് തീരുമാനമെടുക്കുക. എത്ര ലാഭം കിട്ടിയാലും സുഖിയുടെ സമയത്ത് 10 പേര് വരും 100 പേര് വരും 100 ചായ കച്ചവടം ചെയ്താൽ എനിക്ക് 100 രൂപ കിട്ടും, അല്ലെങ്കിൽ 500 കിട്ടും. ആ പൈസ നമുക്ക് വേണ്ട. അള്ളാഹുവിനെ ഒന്നുകൊണ്ട് സർവസ്വം ത്യജിക്കാൻ അള്ളാഹുവിലേക്ക് എടുക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ.